Welcome everybody. We studied the structure of eye. Now we are going to study the structure of ear, the parts and the functions. We learned that auditory receptors are present in the ear. Ear the auditory receptors are present. Otherwise, we know that ear helps us in hearing. In addition to this hearing, ear has another function, that is maintaining the body balance. Let us study in detail the structure of the parts of ear, its function and the role of ear in maintaining balance and how it helps in hearing. Are you ready? This is the structure of ear. Which are the parts? We can see the external ear here, then ear canal, ear drum, then a chain of bones, a snail shell like coiled structure, some semicircular canal. All these are the parts of ear. The parts of ear are mainly divided into three main groups. മൂന്ന് ഗ്രൂപ്പ് ആക്കി തിരിച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്റേണൽ ഇയർ. External ear consists of three main parts: pinna, ear canal, ear drum. Middle ear consists of a chain of bones, and internal ear consists of the semicircular canal, this snail shell-like structure called cochlea, etc. Now, let us examine each part of the ear in detail. ഓരോ ഭാഗവും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. This is the structure of external ear. The parts belong to external ear. Which are the parts? Pinna. This is the pinna. അതായത് നമ്മൾ എക്സ്റ്റേണൽ പാർട്ടിൽ കാണുന്ന നമ്മൾ സാധാരണ പറയുന്ന ചെവി, മലയാളം ചെവിക്കുട എന്ന് പറയും, പിന്ന. Then auditory canal or ear canal. Then here you can see a thin membrane like part. ഒരു thin membrane കാണാം. That is tympanum. Pinna, auditory canal, tympanum. This is the pinna, auditory canal and tympanum. Then let us see what are their functions. Pinna carries sound waves to auditory canal. നമ്മുടെ ചെവിയിലെ വെളിയിൽ നിന്ന് വരുന്ന സൗണ്ട് വേവ്സിനെ ഇയർ കനാലിലേക്ക് അല്ലെ ഓഡിറ്ററി കനാലിലേക്ക് ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നയുടെ ഫംഗ്ഷൻ. ഇറ്റ് ക്യാരീസ് സൗണ്ട് വേവ്സ് ടു ദ ഓഡിറ്ററി കനാൽ. ദെൻ ഓഡിറ്ററി കനാൽ ക്യാരീസ് സൗണ്ട് വേവ്സ് ടു ടിംബാനം. ഒരു മെംബ്രെയിനിലേക്ക് സ്ട്രക്ചറാണ് ടിംബാനം. ഈ പിന്ന ഡയറക്റ്റ് ചെയ്യുന്ന സൗണ്ട് വേവ്സിനെ ടിംബാനത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഓഡിറ്ററി കനാലിന്റെ ഫംഗ്ഷൻ. ഈ ഓഡിറ്ററി കനാലിനകത്ത് സ്മോൾ ഹെയർസ് ആൻഡ് വാക്സ് ഈസി, നമ്മൾ കേട്ടിട്ട് ചെവിക്കായോ എന്ന് പറയുന്നത്, അതാണ് ഇയർ വാക്സ്. അതിന് ജെർമിസൈഡൽ ഇഫക്റ്റ് ഉണ്ട്, ജേംസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കഴിവുണ്ട്. സ്മോൾ ഹെയർസ് ആൻഡ് വാക്സ് പ്രസന്റ് ഇൻസൈഡ് ദ കനാൽ ഹെൽപ്പ് ടു പ്രിവെന്റ് ഡസ്റ്റ് ആൻഡ് ഫോറിൻ പാർട്ടിക്കിൾസ് ഫ്രം എന്ററിംഗ് ദ ഇയർ. ഫോറിൻ പാർട്ടിക്കിൾസ്, ഡസ്റ്റ്, ചെറിയ ഇൻസെക്ട്സ് ഒക്കെ ഇയറിനകത്തേക്ക് കയറിപ്പോകാതെ പ്രിവെന്റ് ചെയ്യാൻ ഈ ഹെയർസും ഇയർ വാക്സും ഹെൽപ്പ് ചെയ്യും. Then the third part is tympanum. This is a tympanum. It is a thin circular membrane separate this external ear from middle ear. Middle ear external ear തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നൊരു thin circular membrane ആണ് tympanum. It vibrate in resonance with the sound waves. ഇവിടുന്ന് സൗണ്ട് വേവ്സ് വന്ന് ഇതില് സ്ട്രൈക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഈ ടിംബാനം വൈബ്രേറ്റ് ചെയ്യും. ടിംബാനം കാണാന് ബേർഡ്സില് ഇതേപോലെ എക്സ്റ്റേണൽ പാർട്ട് പിന്നെയും ഓഡിറ്ററി കനാലും ഒന്നുമില്ല. ബേർഡ്സില് ആ ചെവിയുടെ ഭാഗത്തൊരു മെംബ്രെയിൻ കാണാം. നമുക്ക് വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിന്റെ ചെവിയുടെ ഭാഗത്ത് ഒരു മെംബ്രെയിനാണ് കാണുന്നത്. അതാണ് ടിംബാനം എന്ന് പറയുന്നത്. അപ്പൊ ടിംബാനം വൈബ്രേറ്റ് ഇൻ റെസൊണൻസ് വിത്ത് ദ സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്സിനനുസരിച്ച് ഈ ടിംബാനം വൈബ്രേറ്റ് ചെയ്യും.
അത് നമ്മൾ സാധാരണ പറയാറുണ്ട്, ചെവിക്കകത്തേക്ക് ഷാർപ്പായിട്ടുള്ള യാതൊരു ഒബ്ജക്ട്സും ഇടരുതെന്ന്. കാരണം ക്ലീനിങ്ങിന് പോലും ഷാർപ്പായിട്ടുള്ള സ്റ്റിക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഷാർപ്പ് എൻഡ് കൊണ്ട് ടിമ്പാനത്തിന് ബ്രേക്ക് ഉണ്ടാവും. ആ ടിമ്പാനം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹിയറിംഗ് പോസിബിൾ ആകുകയില്ല. ഹിയറിംഗ് പോസിബിൾ ആകുന്നത് ഈ ടിമ്പാനത്തിന്റെ വൈബ്രേഷൻ കൊണ്ടാണ്. സൗണ്ട് വേവ്സ് ചെന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പം അത് വൈബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിരിക്കണം. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വൈബ്രേഷൻ പോസിബിൾ ആകുകയില്ല, നമുക്ക് ഹിയറിംഗും സാധിക്കത്തില്ല. ഇവിടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു 3 ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, വാട്ട് ആർ ദ പാർട്സ് ഓഫ് എക്സ്റ്റേണൽ ഇയർ? പിന്നെ ഓഡിറ്ററി കനാൽ ആൻഡ് ടിമ്പാനം. ദെൻ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പിന്ന? സെക്കൻഡ് വൺ അതാണ് ഫംഗ്ഷൻ ഓഫ് പിന്ന. പിന്ന ക്യാരി സൗണ്ട് വേവ്സ് ടു ദ ഓഡിറ്ററി കനാൽ. Then what is the importance of auditory canal? Auditory canalന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? Auditory canal carries sound waves to tympanum and it also prevent the entry of dust and foreign particles into the ear because of the presence of earwax and small hairs in it. That's about the parts of external ear. This is the structure of middle ear. Middle ear consists of a chain of 3 bones. 3 ബോൺസിന്റെ ഒരു ചെയിനാണ് ഇതിന്റെ പ്രധാന ഭാഗം. The bones are malleus, incus, stapes. Malleus is in connection with the tympanum. എക്സ്റ്റേണൽ ഇയറിന്റെ എൻഡ് ആയിട്ടുള്ള ടിമ്പാനവുമായിട്ട് മാലിയസിന് കണക്ഷൻ ഉണ്ട്. Then stapes. Stapes is the smallest bone in our body. നമ്മുടെ ബോഡിയിലെ ഏറ്റവും ചെറിയ ബോണാണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. അപ്പം മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ് ആർ ദ മെയിൻ പാർട്സ് ഓഫ് മിഡിൽ ഇയർ. ആൻഡ് വാട്ട് ഇസ് ദ ഫംഗ്ഷൻ? ആസ് ദ ടിമ്പാനം വൈബ്രേറ്റ്, ടിമ്പാനം വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ബോൺസും വൈബ്രേറ്റ് ചെയ്യും. കാരണം മാലിയസ് ഈസ് ഇൻ കണക്ഷൻ വിത്ത് ടിമ്പാനം. മാലിയസ് ടിമ്പാനവുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് സൗണ്ട് വേവ് സ്ട്രൈക്ക് ചെയ്യുന്നതിനനുസരിച്ച് ടിമ്പാനം വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷനെ ഒന്നുകൂടി ആംപ്ലിഫൈ ചെയ്ത് ഒന്നുകൂടെ ശക്തി കൂട്ടി ഇന്നർ ഇയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബോൺസിന്റെ ഫംഗ്ഷൻ. അതായത് ഇയർ ഓസിക്കിൾസ് എന്ന് പറയും, ബോൺസ് ഓസിക്കിൾസ് എന്ന് പറയും. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. സോ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഇയർ ഓസിക്കിൾസ്? ഇറ്റ് ആംപ്ലിഫൈ and transmit the vibrations of tympanum to internal ear. Then this middle ear has a connection to our pharynx. നമ്മുടെ തൊണ്ടയിലേക്ക് മിഡിൽ ഇയറിന് ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ പോസിബിൾ ആക്കുന്നത് ഒരു ട്യൂബിലൂടെയാണ്, ട്യൂബ് മൂലമാണ്. ഈ ട്യൂബിലൂടെയാണ് അവിടെ കണക്ഷൻ നടക്കുന്നത്. ദിസ് ട്യൂബ് ഈസ് കോൾഡ് യൂസ്റ്റേക്കിയൻ ട്യൂബ്. അപ്പം യൂസ്റ്റേക്കിയൻ ട്യൂബ് കണക്ട്സ് മിഡിൽ ഇയർ ടു pharynx. It protect the tympanum by balancing the pressure on either side of tympanum. ടിമ്പാനത്തിന്റെ 2 സൈഡിലെയും പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത് ഈ യൂസ്റ്റേക്കിയൻ ട്യൂബാണ്. സോ ദീസ് ആർ ദ പാർട്സ് ഓഫ് മിഡിൽ ഇയർ ആൻഡ് ദർ ഫങ്ഷൻസ്. 3 ബോൺസ് ആണ് അതിന്റെ പ്രധാന ഭാഗം. അതേപോലെ യൂസ്റ്റേക്കിയൻ ട്യൂബിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് കണക്ട്സ് മിഡിൽ ഇയർ ടു ഫാരിങ്സ് ആൻഡ് ഓൾസോ മെയിൻറ്റെയിൻ ദ പ്രഷർ ഓൺ ഈതർ സൈഡ് ഓഫ് ടിമ്പാനം. ഇവിടെ നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. വിച്ച് ആർ ദ ബോൺസ് ഇൻ ദ മിഡിൽ ഇയർ, വാട്ട് ഈസ് ദയർ ഫംഗ്ഷൻ, ഫസ്റ്റ് വൺ. ദെൻ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് യൂസ്റ്റേക്കിയൻ ട്യൂബ്. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് യൂസ്റ്റേക്കിയൻ ട്യൂബിന്റെ ഫംഗ്ഷൻ എന്താണെന്നും എഴുതാവുന്നതാണ്. ഹിയർ യു ക്യാൻ സി ദ പാർട്സ് ഓഫ് ഇന്റേണൽ ഇയർ. വിച്ച് ആർ ദ പാർട്സ് ഓഫ് ഇന്റേണൽ ഇയർ? സെമി സർക്കുലർ കനാൽ. ദർ ആർ 3 semicircular canals, then vestibule, then snail shell-like coiled cochlea, vestibular nerve and auditory nerve. These are the parts of internal ear. Internal earന്റെ പ്രധാനപ്പെട്ട പാർട്സ് എന്ന് പറയുന്നത് സെമി സർക്കുലർ കനാൽ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ, ഓഡിറ്ററി നെർവ് ആൻഡ് വെസ്റ്റിബുലാർ നെർവ്. This internal ear is situated inside a bony case in the skull called bony labyrinth. Bony labyrinth എന്ന് പറയുന്ന ഒരു ബോണി കേസിലാണ് ഈ ഇന്റേണൽ ഇയർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്റേണൽ ഇയറിന്റെ പാർട്സ്
ദാറ്റ് ഹെൽപ്പ് ഇൻ ഹിയറിംഗ്. ഹിയറിംഗിന് സഹായിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് കോക്ലിയയും ഓഡിറ്ററി നെർവുമാണ്. സെമി സർക്കുലർ കനാൽ, വെസ്റ്റിബ്യൂൾ ആൻഡ് വെസ്റ്റിബുലാർ നെർവ് ബോഡിയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ഈ ലെസൺ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഇയറിന് ഹിയറിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രമല്ല ഉള്ളത്, ബോഡി ബാലൻസിംഗും ഉണ്ടെന്ന് പറഞ്ഞു. ആ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇന്റേണൽ ഇയറിന്റെ പാർട്സ് ആയിട്ടുള്ള സെമി സർക്കുലർ കനാൽ, വെസ്റ്റിബ്യൂൾ, വെസ്റ്റിബുലാർ നെർവ് ഇത്രയുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഹിയറിംഗിന് ഹെൽപ്പ് ചെയ്യുന്ന പാർട്സ് ആണ് കോക്ലിയയും ഓഡിറ്ററി നെർവും. നമുക്കിനി എങ്ങനെയാണ് ഹിയറിംഗ് പോസിബിൾ ആകുന്നതെന്നും ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും നോക്കാം. ഹിയറിംഗ് എന്ന പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്റേണൽ ഇയറിലെ 2 ഫ്ലൂയിഡ്സിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. വി നോ ദാറ്റ് ഇന്റേണൽ ഇയർ ഈസ് സിറ്റുവേറ്റഡ് ഇൻസൈഡ് എ ബോണി കേസ് കോൾഡ് ബോണി ലാബറിന്ത്. ദിസ് ബോണി ലാബറിന്ത് കണ്ടെയ്ൻ മെംബ്രേനിയസ് ലാബറിന്ത് ഓൾസോ. ബോണി ലാബറിന്തിനകത്ത് ചില മെംബ്രേനിയസ് ലാബറിന്ത് എന്ന് പറഞ്ഞാൽ അറകളെന്നേ ഉള്ളൂ, മെംബ്രെയിൻ സാക്സ് ഉണ്ട്. ഈ മെംബ്രേനിയസ് ലാബറിന്തിനകത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് എൻഡോലിംഫ്. Endolymph is the fluid that is filled in the membranous labyrinth. ഈ മെംബ്രേനിയസ് ലാബറിന്തും ബോണി ലാബറിന്തിനും ഇടയിലുള്ള ഒരു സ്പേസ്, ദാറ്റ് സ്പേസ് ഈസ് ഫിൽഡ് വിത്ത് അനദർ ഫ്ലൂയിഡ് കോൾഡ് പെരിലിംഫ്. ഇപ്പൊ എൻഡോലിംഫ് ആൻഡ് പെരിലിംഫ് ആർ ദ 2 fluids found in this membranous sacs. ബോണി ലാബറിന്തിലും മെംബ്രേനിയസ് ലാബറിന്തിലുമായിട്ട് കാണുന്ന 2 ഫ്ലൂയിഡ്സ് ആണ് എൻഡോലിംഫും പെരിലിംഫും. ഇനി നമുക്ക് ഹിയറിംഗ് എങ്ങനെയാണ് പോസിബിൾ ആകുന്നതെന്ന് നോക്കാം. വി ലേൺ ദാറ്റ് ദ പാർട്ട് ഓഫ് ദ ഇയർ ദാറ്റ് ഹെൽപ്പ് ഇൻ ഹിയറിംഗ്, ദ പാർട്ട് ഓഫ് ദ ഇന്റേണൽ ഇയർ ദാറ്റ് ഹെൽപ്പ് ഇൻ ഹിയറിംഗ് ഈസ് കോക്ലിയ. ആൻഡ് കോക്ലിയ ഈസ് എ സ്നെയിൽ ഷെൽ ലൈക്ക് സ്ട്രക്ചർ. ഒച്ചിന്റെ കൂട് പോലെ ചുരുണ്ടിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുന്നത് ഒരു അൺകോയിൽഡ് കോക്ലിയാണ്. കോക്ലിയ ഒന്ന് നിവർത്തി വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. And the cochlea consists of 3 chambers. 3 chambers ആണുള്ളത്. upper chamber, a middle chamber and a lower chamber. There are specialized hair cells present in the basilar membrane. ഇവിടെയാണ് basilar membrane കാണുന്നത്. ലോവർ ചേംബറിനെയും മിഡിൽ ചേംബറിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ബേസിലാർ മെംബ്രെയിനിൽ സ്പെഷ്യലൈസ്ഡ് ഹെയർ സെൽസ് ഉണ്ട്. These specialized hair cells function as auditory receptors. ഈ ഹെയർ സെൽസ് ആണ് സൗണ്ട് വേവ്സ് റിസീവ് ചെയ്യുമ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹെയർ സെൽസ് ആർ ദ ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. They are seen in the basilar membrane that separates middle canal and the lower canal, or middle chamber and the lower chamber. Let us look how hearing is made possible. Hearing എങ്ങനെയാണ് സാധിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഹിയറിംഗിന് ഹെൽപ്പ് ചെയ്യുന്ന ഇയറിന്റെ പാർട്സ് എല്ലാം ഇടകരത്തിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് എക്സ്റ്റേണൽ ഇയർ പിന്നെ ഡയറക്റ്റ് ചെയ്യുന്ന സൗണ്ട് വേവ്സ് ടിംബാനത്തിലെത്തും. ദിസ് എ ടിംബാനം. The tympanum vibrate and the vibration is carried by the chain of bones in the middle ear. Middle earലെ chain of bones ഈ ടിംബാനത്തിന്റെ വൈബ്രേഷനെ ഇന്നർ ഇയറിലെത്തിക്കും. ആ ഇന്നർ ഇയറിലെത്താൻ നമ്മൾ പറഞ്ഞു മാലിയസ് ഈസ് ഇൻ കണക്ഷൻ വിത്ത് ടിംബാനം. അതേപോലെ സ്റ്റേപ്പിസ് വേറൊരു മെംബ്രെയിനുമായിട്ട് ടച്ചിങ് ഉണ്ട്. ഇന്റേണൽ ഇയറിന്റെ ഒരു പാർട്ടായ ഓവൽ വിൻഡോയുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഓവൽ വിൻഡോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മെംബ്രെയിൻ സീൻ അറ്റാച്ച് ടു ദ സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ഒരു മെംബ്രെയിനാണ് ഓവൽ വിൻഡോ. ഇറ്റ് സ്പ്രെഡ് ദ വൈബ്രേഷൻ ഓഫ് ഇയർ ഓസിക്കിൾസ്. ഈ ഇയർ ഓസിക്കിൾസിന്റെ വൈബ്രേഷനെ ഇന്നർ ഇയറിലേക്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഓവൽ വിൻഡോയുടെ ഫംഗ്ഷൻ. Then there is another membranous structure that is round window. It help in the movement of fluid inside the cochlea. ഈ കോക്ലിയയിലെ ഫ്ലൂയിഡിന്റെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ റൗണ്ട് വിൻഡോയുടെ ഫംഗ്ഷൻ. റൗണ്ട് വിൻഡോ ഹെൽപ്പ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻ കോക്ലിയ. When the eardrum vibrates or the tympanum vibrates,
the ear ossicles carry the vibration to internal ear. Internal earലേക്ക് ഈ വൈബ്രേഷനെ കൊണ്ടുവരും. അപ്പോൾ the sound waves which pass through the external ear vibrate the tympanum. This vibration of tympanum is transmitted to the ear ossicles. Ear bones വഴി ട്രാൻസ്മിറ്റ് ചെയ്യും. And it cause the vibration of membrane in oval window. ഈ ഓവൽ വിൻഡോയിലെ മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യും. ദിസ് വൈബ്രേഷൻ ഫർദർ കോസസ് ദ മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻസൈഡ് ദ കോക്ലിയ. ഈ കോക്ലിയക്കകത്തുള്ള ഫ്ലൂയിഡിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. ആസ് എ റിസൾട്ട് ദ സെൻസറി ഹെയർ സെൽസ് ഇൻ ദ ബേസിലാർ മെംബ്രെയിനിലെ സെൻസറി ഹെയർ സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. These impulses reach the cerebrum through auditory nerve. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന ഇമ്പൾസ് ഓഡിറ്ററി നെർവ് വഴി ബ്രെയിനിലെത്തും, സെറിബ്രത്തിലെത്തും. അങ്ങനെയാണ് ഹിയറിംഗ് പോസിബിൾ ആകുന്നത്. അപ്പം ദ പാർട്ട് ഓഫ് ഇയർ ദാറ്റ് ഹെൽപ്പ് ഇൻ ഹിയറിംഗ്: ടിംബാനം, ഇയർ ഓസിക്കിൾസ്, ഓവൽ വിൻഡോ, കോക്ലിയ. കോക്ലിയയിലെത്തി കഴിയുമ്പോൾ കോക്ലിയയിലെ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ ബേസിലാർ മെംബ്രെയിനിലുള്ള ഹെയർ സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ആ ഇമ്പൾസസിനെ ഓഡിറ്ററി നെർവ് ബ്രെയിനിലേക്ക് കൊണ്ടുപോയി ശബ്ദം എന്ന അനുഭവം നമുക്ക് അനുഭവവേദ്യമാകുകയും ചെയ്യും. ഇതാണ് ഹിയറിംഗ് പോസിബിൾ ആകുന്നത് എങ്ങനെ എന്നുള്ളത്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്താൽ എങ്ങനെയായിരിക്കും? സൗണ്ട് വേവ്സ്, പിന്നെ ഡയറക്ട് ദ സൗണ്ട് വേവ്സ്, ദെൻ ഇയർ കനാൽ, ടിംബാനം, ഇയർ ഓസിക്കിൾസ്, ഓവൽ വിൻഡോ, ദെൻ കോക്ലിയ. കോക്ലിയയിലെ ഹെയർ സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്യും, ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ഇമ്പൾസിനെ ഓഡിറ്ററി നെർവ് സെറിബ്രത്തിലെത്തി. അതാണ് അതിന്റെ ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പം അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സെൻസ് ഓഫ് ഹിയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്താൽ അത് ഇങ്ങനെയായിരിക്കും: സൗണ്ട് വേവ്സ്, പിന്നെ ഇയർ കനാൽ, ടിംബാനം, ഇയർ കനാൽ ഓർ ഓഡിറ്ററി കനാൽ, ടിംബാനം, ഇയർ ഓസിക്കിൾസ്, ഓവൽ വിൻഡോ, കോക്ലിയ, ഹെയർ സെൽസ്, ഇമ്പൾസ്, ഓഡിറ്ററി നെർവ്, സെറിബ്രം, സെൻസ് ഓഫ് ഹിയറിംഗ്. ഇപ്പൊ ഓഡിറ്ററി നെർവ് ആ ഇമ്പൾസിനെ സെറിബ്രത്തിലാണ് എത്തിക്കുന്നത്. സെറിബ്രത്തിൽ എത്തുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കേൾവി എന്ന അനുഭവം ഉണ്ടാകുന്നു. ഇതാണ് സെൻസ് ഓഫ് ഹിയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലോ ചാർട്ട്. അപ്പൊ നിങ്ങൾ ബുക്കിനകത്ത് പാർട്സ് ഓഫ് ഇന്റേണൽ ഇയർ എഴുതണം. ദെൻ ദ ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു സെൻസ് ഓഫ് ഹിയറിംഗ്. ഇത്രയും നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ഇനിയും ഇയർ എങ്ങനെയാണ് ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇന്റേണൽ ഇയറിന്റെ പാർട്സ് ആയിട്ടുള്ള സെമി സർക്കുലർ കനാലും വെസ്റ്റിബ്യൂളുമാണ് ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ കുറച്ച് സമയം ഒന്ന് വട്ടം കറങ്ങി കഴിയുമ്പോൾ പെട്ടെന്നൊന്ന് നിൽക്കുക. വട്ടം കറങ്ങിയിട്ട് നിന്നാൽ നമുക്ക് തല കറങ്ങുന്നത് പോലെ തോന്നും. നമ്മൾ വട്ടം കറങ്ങിയപ്പോൾ നമ്മുടെ തലയ്ക്ക് മൂവ്മെന്റ് ഉണ്ടായി. ആ മൂവ്മെന്റിനനുസരിച്ച് ഈ സെമി സർക്കുലർ കനാലിലെയും വെസ്റ്റിബ്യൂളിലെയും എൻഡോ ലിംഫ് മൂവ് ചെയ്യും. ആ എൻഡോ ലിംഫ് പെട്ടെന്ന് നമ്മൾ നിൽക്കുന്ന അത്രയും വേഗത്തിൽ ഇത് നിൽക്കത്തില്ല. അപ്പം ആ മൂവ്മെന്റ് സെമി സർക്കുലർ കനാലിലെ ഹെയർ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ദ മൂവ്മെന്റ് ഓഫ് endolymph in the vestibule and semicircular canal cause movement of the hair cells in the semicircular canal. Semicircular canal hair cells അതാണ് അവിടുത്തെ റിസപ്റ്റേഴ്സ്. ആ ഹെയർ സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ആ ഇമ്പൾസിനെ വെസ്റ്റിബ്യൂളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന വെസ്റ്റിബുലാർ നെർവ് സെറിബെല്ലത്തിലെത്തിക്കുകയും സെറിബെല്ലം ബോഡി ബാലൻസ് കീപ്പ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ബ്രെയിനിന്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ പഠിച്ചാണ് സെറിബെല്ലത്തിന്റെ ഒരു ഫംഗ്ഷനാണ് ബോഡി ബാലൻസിങ് എന്ന്.
ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുമെന്ന് പറഞ്ഞു. അത് ഈ ചെവിയുടെ സഹായത്താലാണ്. വെസ്റ്റിബുലാർ നെർവ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ദ വെസ്റ്റിബ്യൂൾ ക്യാരി ദ ഇമ്പൾസസ് ജനറേറ്റഡ് ഇൻ ദ സെൻസറി ഹെയർ സെൽസ് ഇൻ ദ സെമി സർക്കുലർ കനാൽ. സെമി സർക്കുലർ കനാലിലുള്ള ഹെയർ സെൽസ് ജനറേറ്റ് ചെയ്യുന്ന ഇമ്പൾസിനെ വെസ്റ്റിബുലാർ നെർവ് സെറിബെല്ലത്തിൽ എത്തിക്കും. അതിന്റെ ഫലമായിട്ട് ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ഇയർ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ആ പ്രോസസ് ഒന്ന് സീക്വൻഷ്യൽ ഓർഡറിൽ എഴുതിയാൽ എങ്ങനെയിരിക്കും? മൂവ്മെന്റ് ഓഫ് ഹെഡ് കോസ് ദ മൂവ്മെന്റ് ഓഫ് എൻഡോലിംഫ് ഇൻ വെസ്റ്റിബ്യൂൾ ആൻഡ് സെമി സർക്കുലർ കനാൽ. Then movement of sensory hair cells in the vestibule and semicircular canal. It generate impulse. Vestibular nerve carry impulse to cerebellum. ബ്രെയിനിലെ സെറിബെല്ലത്തിലേക്കാണ് വെസ്റ്റിബുലാർ നെർവ് ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്നത്. ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി ഈസ് മെയിൻറ്റൈൻഡ്. ഇതാണ് ബോഡി ബാലൻസിൽ ഇയറിന്റെ റോള്, അല്ലെങ്കിൽ അതിന്റെ ആ സീക്വൻഷ്യൽ ഓർഡർ ആണിത്. അപ്പൊ ഇത് നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ പ്രിപ്പയർ ചെയ്യണം. Ear and body balancing. Then which are the parts of internal ear that help in body balance? Body balance ne help ചെയ്യുന്ന internal earന്റെ parts ഏതൊക്കെയാണ്? Yes, semicircular canal and vestibule. That is all for today. ഇന്ന് പഠിച്ച പോർഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസൈൻമെന്റ് തരികയാണ്. അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ തിങ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് ടു എൻഷുവർ ദ ഹെൽത്ത് ഓഫ് ഇയർ? ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത സെൻസ് ഓർഗൻസ് ആയ ടങ്, നോസ്, സ്കിൻ ഇത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.